മഴത്തോരു മുമ്പേയുടെ വരാനിരിക്കുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് അലീനയെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യവും തുറന്ന് പറയുകയാണ്. അലീന തൻ്റെ മകളാണ് എന്നും സ്റ്റാൻലിക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് വൈജയന്തിയിലുണ്ടായ കുഞ്ഞാണ് അലീന എന്നുള്ള കാര്യം ബാലചന്ദ്രൻ തുറന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സ്റ്റാൻലി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വിശ്വസിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വികാരമാണോ ദേഷ്യമാണോ എന്താണ് പ്രകടമാകുന്നത് എന്നുള്ള ഒരു മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് സ്റ്റാൻലി നിൽക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, അവൾക്ക് ജോലിയാണോ വേണ്ടത്, സ്വത്താണോ വേണ്ടത്, എന്ത് വേണമെങ്കിലും ഞാൻ തരാം എന്നൊക്കെ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്കൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാനോ അതിനുവേണ്ടി സംസാരിക്കാനോ ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ അത് അവൾക്ക് ശരിയാക്കി കൊടുക്കാനും അവൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആരോഗ്യവും സാമ്പത്തികവും എനിക്കുണ്ട്. അതൊന്നുമല്ല എനിക്കറിയേണ്ടത്, അവളെ ഒരു അച്ഛനായിട്ട് അച്ഛൻ്റെ സ്നേഹം കൊടുത്തിട്ട്. ഇത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ സ്റ്റാൻലി പറയുന്നുണ്ട്, ശരിയാണ്, കൊണ്ട് ആലോചിച്ച് പറയാവുന്ന ഒരു മറുപടി പറയേണ്ട കാര്യമില്ല. പൂർണ്ണ സമ്മതത്തോടുകൂടി പൂർണ്ണ ഇഷ്ടത്തോടുകൂടി അവൾക്ക് 23 വർഷം നഷ്ടപ്പെട്ട ആ ഒരു അച്ഛൻ എങ്ങനെയൊക്കെ സ്നേഹം കൊടുത്ത് നഷ്ടപ്പെട്ട എല്ലാ സ്നേഹം കൊടുക്കാൻ പറ്റണം. അവൾക്ക് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവളെ വിട്ടു തരികയുള്ളൂ. അതേക്കുറിച്ച് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം എന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് എന്തായാലും മറുപടി കിട്ടിയേ പറ്റൂ എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അലീനയുടെ കോള് വരുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ കോളെടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ എവിടെയാണ്? ഞങ്ങളിവിടെ എല്ലാവരും കൂടെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എല്ലാവർക്കും ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇവിടെ നിന്ന് അവർക്ക് പോകാനേ തോന്നുന്നില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പം അത് ശരി, അപ്പോൾ അവിടെ കൂടാനുള്ള പരിപാടിയാണോ എന്നൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാനുള്ള പ്ലാനാണ്. പിന്നെ ചിന്നിക്കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി കാതുകൂർപ്പിച്ച് ആ ഒരു ഇത് കേൾക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഭാവത്തിൽ നിൽക്കുന്നത് ബാലചന്ദ്രൻ കാണുന്ന സമയത്ത് ഫോൺ സ്പീക്കറിൽ ഇടുകയാണ്. എന്നിട്ട് ചിന്നിമോളുടെ കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അവൾക്ക് ഒട്ടും വയ്യ, അവളാകെ ക്ഷീണിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ അലീന മറുപടി പറയുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് അലീനയുടെ സൗണ്ട് 23 വർഷത്തിന് ശേഷം തൻ്റെ മകളുടെ ആ ഒരു സൗണ്ട് സ്റ്റാൻലി കേൾക്കുകയാണ്. അങ്ങനെ അലീന, അച്ഛനിപ്പോൾ എവിടെയാണ്, എങ്ങോട്ടാ കാറും എടുത്ത് രാവിലെ തന്നെ പോയത്, അങ്ങനെ പോയി എന്നുള്ളത് അങ്ങൾ പറഞ്ഞല്ലോ എന്നുള്ള സമയത്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഞാനൊരു കുളത്തു പോയ ഒരു അത്യാവശ്യത്തിന് വന്നതായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, കുളത്തൂർക്കുളയോ, അവിടെ ഒരു ഓർഫനേജ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എവിടെ ചെന്നാലും നിങ്ങൾക്ക് പരിചയമുള്ള ഓർഫനേജുകളാണല്ലോ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ ഫാമിലിയല്ലേ അച്ഛാ ഓർഫനേജ്, എൻ്റെ കുടുംബമല്ലേ ഓർഫനേജ് എന്ന് പറയുകയാണ്. പക്ഷേ അലീനയുടെ ആ വാക്കുകൾ സ്റ്റാൻലിയുടെ നെഞ്ചത്ത് തറയ്ക്കുകയാണ്. അങ്ങനെ വീണ്ടും അലീന ബാലചന്ദ്രനോട് അച്ഛൻ എങ്ങോട്ടാണ് പോയത്, അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ഇവിടെ നാഴയെ വളർത്തുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തെ കാണാനാണ് വന്നിരിക്കുന്നത്. അയാൾക്ക് മോളെ പോലെ നായയെ ഒരുപാട് ഇഷ്ടമാണ്, വീട് മുഴുവൻ നായ്ക്കളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമയത്ത് കൊള്ളാലോ, അത് നല്ല രസമായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കാം, മോള് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിക്ക് നേരെ ഫോൺ നീട്ടുകയാണ്. അങ്ങനെ അലീന ഹലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഒന്നും മിണ്ടാനാവാതെ നാവിറങ്ങിപ്പോയ അവസ്ഥയിൽ നിൽക്കുകയാണ് സ്റ്റാൻലി. അങ്ങനെ വീണ്ടും ഹലോ എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പതറിയ ശബ്ദത്തോടു കൂടി സ്റ്റാൻലി ഹലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട് അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് സ്റ്റാൻലി. അപ്പോൾ അലീന കൊള്ളാലോ, എന്നാൽ നല്ല കൂട്ടായിരിക്കും, അച്ഛനെ ഇങ്ങനെ കൂട്ടുകാരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരുപാട് നായ്ക്കളുണ്ടോ, നായ്ക്കൾ ഒരുപാട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്, എനിക്ക് വലിയ സ്നേഹമാണ്, തിരിച്ച് അവർക്കും എന്നോട് വലിയ സ്നേഹമാണ്, നമ്മൾ സ്നേഹിക്കുമ്പോൾ അതിന് ഇരട്ടിയായി അവർ നമുക്ക് തിരിച്ചു തരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീനയും അത് ശരിയാണ്, അവരുടെ മനസ്സിൽ കളങ്കം ഉണ്ടാവില്ല, അത് നമ്മൾ സ്നേഹിക്കുന്നതിനപ്പുറം നമുക്ക് സ്നേഹം തിരിച്ചു തരും എന്ന് അലീനയും പറയുകയാണ്. Jadi wala ang nagtutin. Iya.